ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മളുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പരിചയത്തിൽ നമ്മൾ തന്നെ ദാരിദ്ര്യത്തിലും കടക്കണിയിലും കടന്നു പോകുന്ന എന്തോരം മനുഷ്യരുണ്ട്. അവര് പ്രാർത്ഥിക്കണം ഈ നേരത്ത്. നിന്റെ ജീവിതത്തിൽ രക്തം പൊടിയുന്ന നിന്റെ സഹനകാലത്ത് തിരിച്ചറിയണേ, ജീസസ് ദൈവം രക്ഷിക്കും. മക്കളെക്കുറിച്ച് അവർ വളർന്നു വരുന്ന അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ, എൻ്റെ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ കാക്കണേ. വീട്ടിൽ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ പിറന്ന വീട്ടിൽ പിറന്ന മണ്ണിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ പല ദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഈ കാലത്ത് പ്രാർത്ഥിക്കണം. ഒരാവശ്യത്തിന് വിളിച്ചാൽ പ്രിയപ്പെട്ടവർ ഓടി വരാനില്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുടെ എല്ലാ മുറിവുകളെ പ്രാർത്ഥനയുടെ വിഷയമാക്കണം. ഞങ്ങളുടെ ജീവിതത്തിലും വ്യാകുലങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഞങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ കർത്താവേ നിന്റെ ഇടപെടൽ മൂലം സന്തോഷത്തിന്റെ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന ആവുന്ന വിധം സമയം കിട്ടുമ്പോഴൊക്കെ ഈ 7 കാര്യങ്ങൾ വെച്ച്, വ്യാകുലങ്ങളും സന്തോഷങ്ങളും വെച്ച്, ബൈബിള് വെച്ച്, നല്ല കുടുംബങ്ങൾ യൗസേപ്പ് പിതാവിന്റെ മധ്യസ്ഥതയാൽ രൂപപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പ് ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന യൗസേപ്പ് ധ്യാനം, പ്രബോധന ധ്യാനം, മാർച്ച് 19 യൗസേപ്പ് പിതാവ് തിരുനാളിന് ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ, അതിൻ്റെ ഫോളോവേഴ്സ്, നമ്മൾ വലിയ ദൈവകൃപയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ് ഇത്. ഇന്ന് ഈ 7ാം നാളിൽ നമ്മൾ ചിന്തിക്കുന്നത്, ഈ ദിവസങ്ങളിലൊക്കെ പ്രബോധനങ്ങളാണ് കൂടുതലും കേട്ടുകൊണ്ടിരുന്നത്. പലരും വിളിച്ചു പറയുന്ന അഭിനന്ദനവും അത് തന്നെയാണ്. അച്ചോ ഞങ്ങൾക്ക് ഒത്തിരി പഠിക്കാൻ പറ്റി അച്ചോ എന്നുള്ളതാണ് പലരുടെയും നന്ദി പറച്ചിലിൻ്റെ ഉള്ളടക്കം. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, പിന്നീട് ഓർമ്മിപ്പിക്കാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഇത് നിങ്ങൾ കുടുംബം ഒരുമിച്ചിരുന്നാണ് കേൾക്കേണ്ടത് എന്ന്. വൈകുന്നേരം 8 മണിക്ക് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഇത് കേൾക്കണമെന്നാണ് പറഞ്ഞു തന്നത്. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ഫാമിലി വിദേശത്താണ്. എൻ്റെ വളരെ അടുപ്പമുള്ള ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറയാവുന്ന ഒരു കുടുംബം. അവർ ചെയ്യുന്നൊരു കാര്യം ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ടു, എന്നെ അത്ഭുതപ്പെടുത്തിയത്. അവർ വിദേശത്തൊരു നാട്ടിൽ 3 മക്കള്, ഇളയ ആള് അവരുടെ കൂടെ ഉണ്ട്. ഒരു കുട്ടി നാട്ടിലാണ്, മറ്റൊരു കുട്ടി പെങ്കൊച്ച്, അവൾ മറ്റൊരു നാട്ടിൽ പഠിക്കുന്നു. അപ്പം മക്കൾ 3 പേരും 3 ഇടത്ത്, മാതാപിതാക്കൾ ഇളയവൻ്റെ കൂടെ, ഇളയവൻ അവരുടെ കൂടെ ഉണ്ട്, മാതാപിതാക്കളുടെ കൂടെ ഉണ്ട്. അപ്പം അവർ ടെസ്റ്റിമണി ആയിട്ടൊന്നും പറഞ്ഞതല്ല, കാഷ്വലായിട്ട് പറഞ്ഞതാണ്. അവർ വൈകുന്നേരം എല്ലാവരും കൂടെ ഗ്രൂപ്പ് കോളിൽ വരും. എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഇത് കേൾക്കും. ഒന്ന് ഓർത്ത് നോക്കി, ഒരു ഫാമിലി, ഒരു പേരൻസ് എടുക്കുന്ന എഫേർട്ട്, കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്താൻ അവർ കാണിക്കുന്ന താല്പര്യം. അതുകൊണ്ടെന്താ, ആ കുഞ്ഞുങ്ങളൊക്കെ വലിയ ദൈവാനുഗ്രഹത്തിൽ വളർന്നു വരുന്നത് ഞാനും കാണുന്നുണ്ട്. എൻ്റെ ഇളയ കുഞ്ഞുങ്ങളെ, ഇളയ അനിയന്മാരെയോ അനിയത്തിയോ പോലെയൊക്കെയാണ് ആ കുഞ്ഞുങ്ങളും. അതുപോലൊരു കുടുംബം വളർന്നു വരുന്നുണ്ട്. നല്ലതാണ്. അത്തരം നല്ല കുടുംബങ്ങൾ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയാൽ രൂപപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യൗസേപ്പിനെ കുടുംബങ്ങൾ ഇനിയും കാര്യമായിട്ട് ഏറ്റെടുക്കട്ടെ. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വസയിലെ ധ്യാനം തീരുകയാണ് ഞായറാഴ്ച. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിശുദ്ധ യൗസേപ്പിൻ്റെ എപ്പിസോഡ് ഒരല്പം ചെറുതായിരിക്കും. കാര്യം രാവിലെ തൊട്ട് ഉച്ച വരെ ധ്യാനമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ കാണാനൊക്കെ നിന്നു, അവരോട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ടയർഡായി. അത് മാത്രമല്ല, ഒരുങ്ങാൻ അധികം നേരം കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ച് ചെറിയൊരു എപ്പിസോഡായിട്ട് ഇത് മാറ്റും. പക്ഷേ ഇന്നത്തത് ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തവുമായിരിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ടീച്ചിങ് കേൾക്കുകയായിരുന്നു, പ്രബോധനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇനി 2 നാളുകൾക്കപ്പുറത്ത് യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളൊരു പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ബൈബിൾ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥന നടത്താൻ നിങ്ങളെ ഒരുക്കുകയാണ്. ഇത് നന്നായിട്ട് ചെയ്താൽ അതായിരിക്കും ഇത്തവണത്തെ തിരുനാളിനുള്ള ഏറ്റവും നല്ല ഒരുക്കം. ഒരു വശത്തോട് നമ്മൾ അറിവ് സമ്പാദിച്ചു. ഇനി ആ അറിവ് വെച്ച് യൗസേപ്പിനെ സ്നേഹപൂർവ്വം ധ്യാനിച്ച് പ്രാർത്ഥന ഉയർത്താൻ പോവുകയാണ്. അപ്പം ഇന്ന് ഇത് കൂടുന്നവർ ഒരു പ്രാർത്ഥനാ രീതി പഠിക്കാനുള്ള ആഗ്രഹത്തോടെ വേണം കൂടാൻ. നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്തെന്നറിയാമോ? പരിശുദ്ധ അമ്മയുടെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ 7 വ്യാകുലങ്ങളെക്കുറിച്ച് നമുക്കറിയാം. നമ്മളേറെ കേട്ടിട്ടുള്ളതാണ്. വ്യാകുല മാതാവ് എന്ന് പറഞ്ഞ് തന്നെ നമുക്കൊരു ഭക്തി, ഒരു ഡിവോഷൻ സഭയിലുണ്ട്. എന്നാൽ അതുപോലെ തന്നെ യൗസേപ്പ് പിതാവിൻ്റെ 7 വ്യാകുലങ്ങളുണ്ട്. യൗസേപ്പ് പിതാവിൻ്റെ 7 വ്യാകുലങ്ങൾ
16-ാം നൂറ്റാണ്ട് തൊട്ട് അത്തരമൊരു ഭക്തി സഭയിൽ ഉണ്ടായിരുന്നു. അത്തരമൊരു ഡിവോഷൻ സഭ. അതിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്നോ എങ്ങനെയാണ് തുടങ്ങിയതെന്നോ അറിഞ്ഞുകൂടാ. പക്ഷേ അതൊരു ബിബ്ലിക്കൽ പ്രാർത്ഥനാ രീതിയാണ്. 7 വ്യാകുലങ്ങൾ ബൈബിളിൽ തന്നെയാണ് കണ്ടെത്തുന്നത്. അത് മാത്രമല്ല, ഓരോ വ്യാകുലവും ഏറ്റുപറഞ്ഞ് ധ്യാനിച്ചതിന് ശേഷം അതിൻ്റെ പിന്നാലെ ഒരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, പിതാവിനും പുത്രനും ചൊല്ലി കാഴ്ചവെക്കും. അപ്പൊ 7 വ്യാകുലങ്ങൾ 16-ാം നൂറ്റാണ്ട് തൊട്ടേ സഭയിൽ യൗസേപ്പ് പിതാവിന്റെ 7 വ്യാകുലങ്ങൾ 7 സോറോസ് ഉണ്ട്. പിന്നീട് 18-ാം നൂറ്റാണ്ട് എത്തുമ്പോൾ അതിനോട് ചേർത്ത് പുതിയ ഒരു ഭക്തി കൂടെ വളർന്നു വന്നു. 7 സന്തോഷങ്ങൾ, 7 ജോയ്സ്. അത് ബ്ലസ്സഡ് ജനുവാരിയൂസ് മരിയ സെർണേലി എന്ന വാഴ്ത്തപ്പെട്ട വ്യക്തിയിൽ നിന്നാണ് ആ ഒരു പഠനം സഭയ്ക്ക് ലഭിച്ചത്. അതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറിയുണ്ട്. അതിങ്ങനെയാണ്: ഫ്രാൻസിസ്കൻസ്, 2 ഫ്രാൻസിസ്കൻ സന്യാസികൾ ഒരു കപ്പൽ യാത്രക്കിടയിൽ ഷിപ്പ് റക്ക് സംഭവിച്ചു, കപ്പൽ ദുരന്തം സംഭവിച്ചു. ഇവര് ഒരു പലകയിൽ പിടിച്ച് ദിവസങ്ങൾ കടന്നു. പക്ഷെ പെട്ടെന്ന് ഒരു വ്യക്തി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അവരെ തീരത്തേക്ക് നയിക്കുകയും ചെയ്തു. അപ്പൊ അവർ ആ വ്യക്തിയോട് താങ്കൾ ആരാണ് എന്ന് ചോദിച്ചു. ഉത്തരം, ഞാൻ യൗസേപ്പാണ്. എന്നിട്ട് യൗസേപ്പ് പിതാവ് ആവശ്യപ്പെട്ടു, ഈ 7 വ്യാകുലങ്ങളുടെയും 7 സന്തോഷങ്ങളുടെയും ധ്യാനം നടത്തണം. 7 വ്യാകുലങ്ങളും 7 സന്തോഷങ്ങളും ധ്യാനിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിക്കുന്ന രീതി ഇങ്ങനെയായിരുന്നു സഭയിൽ. അതെങ്ങനെയെന്ന് വെച്ചാൽ, മാർച്ച് 19 തിരുനാളിന് ഒരുക്കമായി 7 ഞായറാഴ്ചകളിൽ ഓരോ വ്യാകുലവും ധ്യാനിച്ച്, ഓരോ സന്തോഷവും ധ്യാനിച്ച് പ്രാർത്ഥിക്കും. ഒരു വ്യാകുലം, ഒരു സോറോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോയ്. അങ്ങനെയാണ് ധ്യാനിച്ച് മാർച്ച് 19 തിരുനാളിന് ഈ വ്യാകുലങ്ങളും സന്തോഷങ്ങളും ധ്യാനിച്ച് ഒരുങ്ങുന്നത്. നമുക്കിനി 7 ഞായറാഴ്ച കിട്ടാനില്ല. നമുക്കുള്ളത് ഇനി 2 ദിവസമേ ഉള്ളൂ. 3-ാം പക്കം നമ്മൾ തിരുനാളിലേക്ക് എത്തും. അപ്പോൾ ആ തിരുനാളിനൊരുക്കമായിട്ട് ഇനിയുള്ള 2 ദിവസങ്ങളിൽ, ഇന്ന് ഞായറാഴ്ച രാത്രിയാണ് നിങ്ങളിത് കേൾക്കുന്നത്. ഞായറാഴ്ച പറ്റുമെങ്കിൽ അങ്ങനെ, തിങ്കൾ, ചൊവ്വ, ഇനി തിരുനാളിൻ്റെ അന്ന് പറ്റുമെങ്കിൽ അങ്ങനെ, അത്രയും ദിവസങ്ങളിലെങ്കിലും ഒരല്പം നേരം ഒന്ന് മാറിയിരുന്ന് ഈ 7 വ്യാകുലങ്ങളെയും ആനന്ദങ്ങളെയും സന്തോഷങ്ങളെയും ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഓരോ വ്യാകുലവും അതിന് കറസ്പോണ്ടിങ് ആയുള്ള ആനന്ദവും അതിൻ്റെ റെഫറൻസ് ബൈബിൾ ഭാഗവും പറയാം. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്ത് പറഞ്ഞ് നമ്മുടെ ജീവിതത്തോട് ബന്ധിപ്പിച്ച് ജീവിതബന്ധിയായി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകാം. ഇത് വീണ്ടും വീണ്ടും കേൾക്കണം. ഇത് മാത്രമല്ല, മുൻ ദിവസങ്ങളിലെ പ്രബോധനങ്ങൾ ഒന്ന് കേട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷെ മിസ്സാവും. വീണ്ടും കേൾക്കണം. പ്രിയപ്പെട്ടവരോട് പറയണം, അത് നഷ്ടമാകില്ല, ഇത് കേൾക്കണം. ഈ പ്രാർത്ഥനയാണെങ്കിലും അവരോടും പറ, ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. ഒരേ സമയം ഇതൊരു പേഴ്സണൽ പ്രയർ ആണ്, ഒരു സൈലന്റ് പ്രയർ ആണ്, വ്യക്തിപരമായ ഒരു ദൈവാന്വേഷണവും പ്രാർത്ഥനയുമായിട്ടത് മാറും. ഒപ്പം അത് ബിബ്ലിക്കൽ പ്രയർ ആണ്. വേദപുസ്തകം വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ തുറന്നു വെച്ച് ഈ ഭാഗം ഓരോന്നായിട്ട് ധ്യാനിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹയാത്രികരെ, നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. ഒന്നാമത്തെ വ്യാകുലം മത്തായി 1:19. മത്തായി സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യം. എന്താണ് അതിൻ്റെ ഉള്ളടക്കം? മറിയത്തിൽ നിന്ന് അകലം പാലിക്കാൻ യൗസേപ്പ് തീരുമാനിക്കുന്ന ഭാഗം നമ്മൾ ഇന്നലെ ധ്യാനിച്ചത്. അത് ഡിവോഴ്സ് അല്ല, ഉപേക്ഷിക്കലല്ല, അകലം പാലിക്കാൻ, കീപ്പിംഗ് എ ഡിസ്റ്റൻസ് ഫ്രം മേരി. അകലം പാലിക്കാൻ തീരുമാനിക്കുന്നത് ഒന്നാമത്തെ സോറോ, സങ്കടം. യൗസേപ്പിനത് എളുപ്പമല്ല, യൗസേപ്പിനത് സങ്കടമാണ് മറിയത്തിൽ നിന്ന് അകലം പാലിക്കുന്നത്. എന്നിട്ടും അതിന് മുതിരുന്നത് ദൈവസ്നേഹത്താലെ, ദൈവഭയത്താലെ ആണ്. അപ്പം നമ്മൾ ധ്യാനിക്കേണ്ടത് അകന്നുപോയ ബന്ധങ്ങളെയൊക്കെ ധ്യാനിക്കണം. മുറിഞ്ഞുപോയ, അറ്റുപോയ ബന്ധങ്ങളെ ധ്യാനിച്ച് അവയെ നിയോഗമായി യൗസേപ്പിന് കാഴ്ചവെക്കണം. ഞങ്ങളുടെ ഈ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ, കൂടപ്പിറപ്പ് ബന്ധങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങൾ, മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, അറ്റുപോയവ, അതൊക്കെ നിയോഗമായി വെച്ച് പ്രാർത്ഥിക്കുക. ഈ സോറോയ്ക്ക്, ഈ വ്യാകുലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോയ് പ്രാർത്ഥിക്കേണ്ടത് മത്തായി സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം. യൗസേപ്പിന് ലഭിച്ച മംഗളവാർത്ത എന്താണത്? മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ഭയപ്പെടേണ്ട, ശങ്കിക്കേണ്ട. എന്ന് വെച്ചാൽ ബന്ധത്തെ കർത്താവ് തന്നെ ചേർത്ത് വയ്ക്കുകയാണ്. അപ്പൊ ഒരു സങ്കടം, ബന്ധം മുറിഞ്ഞു പോകുന്ന സങ്കടം, ബന്ധത്തെ കർത്താവ് തന്നെ വിളക്കി ചേർത്ത് നിർത്തുന്ന
ആനന്ദം. ഒരു സോറോ ആയി, ഒരു ആനന്ദമായി. ഇത് ബൈബിൾ തുറന്നു വെച്ച് ആ ഭാഗം വരച്ച് നിശബ്ദതയിൽ ഒരല്പനേരം അത് ഓർത്തിങ്ങനെ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ഒടുക്കം ഒരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു പിതാവിനും പുത്രനും ചൊല്ലി കാഴ്ചവെക്കുക. രണ്ടാമത്തെ സോറോ, അതിന് കറസ്പോണ്ടിങ് ആയുള്ള ജോയി. സോറോ എന്താ? ലൂക്ക സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കാലിത്തൊഴുത്തിൽ കുഞ്ഞിനെ കിടത്തുന്ന ഭാഗം. ദാരിദ്ര്യം ഈശോ കടന്നുപോയ അത് സങ്കടമാണ്. അപ്പന് യൗസേപ്പിന് സങ്കടമാണ്. എൻ്റെ കൊച്ച് പിറന്നു വീണ ദാരിദ്ര്യം യൗസേപ്പിന്റെ സങ്കടമാണ്. നമ്മൾ എന്താ ധ്യാനിക്കേണ്ടത്? നമ്മളുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പരിചയത്തിൽ നമ്മൾ തന്നെ ദാരിദ്ര്യത്തിലും കടക്കണിയിലും കടന്നു പോകുന്ന എന്തോരം മനുഷ്യരുണ്ട്. അവർ പ്രാർത്ഥിക്കണം ഈ നേരത്ത്. യൗസേപ്പിന്റെ സങ്കടത്തോട്, ദാരിദ്ര്യത്താൽ സങ്കടപ്പെട്ട യൗസേപ്പിന്റെ സങ്കടത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ലോണ്, അടവ്, വീട് പണി മുടങ്ങിക്കിടക്കുന്നവര്, വരുമാന മാർഗമില്ലാത്തവര്, ഒരു ജോലിക്ക് വേണ്ടി കേണ് പ്രാർത്ഥിക്കുന്നവര്, ബിസിനസ് തകർന്നവര്, അങ്ങനെ പല വിധത്തിൽ സ്കൂൾ ഫീസ് കൊടുക്കാൻ, കോളേജ് ഫീസ് കൊടുക്കാൻ ഇല്ലാത്തവര്, വീടിന്റെ വാടക കൊടുക്കാൻ ഇല്ലാത്തവര്, അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങാനുള്ള പണം പോലും ഇല്ലാത്തവര്, ദാരിദ്ര്യത്തിന്റെ ക്ലേശം അനുഭവിക്കുന്നവരുടെ സങ്കടങ്ങളെ യൗസേപ്പിന്റെ വ്യാകുലത്തോട് ചേർത്ത് കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. അതിന് കറസ്പോണ്ടിങ് ജോയ്, ആനന്ദം എന്താണ്? ലൂക്ക 2:10-11 ശിശു ജനിച്ചതിന്റെ സദ്വാർത്ത. ലൂക്ക 2:10-11 നമ്മൾ കാണുന്നത്, ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ സങ്കടത്തിലും, ഈ ദാരിദ്ര്യത്തിന്റെ സങ്കടത്തിലും ദൂതൻ പറയുന്നു, ഭയപ്പെടേണ്ട, നിരാശപ്പെട്ടു പോകണ്ട. ഒരു സദ്വാർത്തയാണിത്. ഇത് സുവിശേഷമാണ്. നീ കടന്നു പോകുന്ന ദാരിദ്ര്യത്തിന്റെ അവസ്ഥകളിൽ നിന്ന് ഒരു സുവിശേഷം പങ്കുവെച്ചു തരാൻ, ഒരു സദ്വാർത്ത നിനക്കായി തരാൻ കർത്താവിന് കഴിയും. ആനന്ദമാണത്. ആ ധ്യാനത്തോടെ വീണ്ടും ഒരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, പിതാവിനും പുത്രനും ചൊല്ലി പ്രാർത്ഥിച്ച് കാഴ്ചവെക്കുക. മൂന്നാമത്തെ സോറോ, ലൂക്ക 2:21. ലൂക്ക 2:21 മൂന്നാമത്തെ യൗസേപ്പിന്റെ മൂന്നാമത്തെ സങ്കടം. എന്താണത്? ഈശോയുടെ പരിച്ഛേദന കർമ്മം, സർക്കംസിഷൻ. എന്താ യൗസേപ്പിനത് സങ്കടമാകുന്നത്? യഹൂദ നിയമത്തിന്റെ ഭാഗമാണെങ്കിലും തൻ്റെ പൈതലിന്റെ ചോര വീഴുകയാണ്. സർക്കംസിഷൻ, പരിച്ഛേദനാചാരം, ചോര വീഴുന്നതിൻ്റെ, തൻ്റെ മകൻ വേദനിക്കുന്നതിൻ്റെ സങ്കടം യൗസേപ്പിനുണ്ട്. അതിന് സന്തോഷം എന്താണ്? മത്തായി 1:25 കറസ്പോണ്ടിങ് ജോയ്. എന്താണത്? പരിച്ഛേദന കർമ്മത്തിലാണ് നമ്മൾ വായിക്കുന്നുണ്ട്, ദൂതൻ മുമ്പ് നിർദ്ദേശിച്ചനുസരിച്ച് ഈശോ എന്ന് അവന് പേരു നൽകി. അതായത് രക്തം വീഴുന്നതിൻ്റെ, രക്തം പൊടിയുന്നതിൻ്റെ സങ്കടം. ഇവിടെ സന്തോഷം, ഈശോ എന്ന പേര്. എന്താ ഈശോ എന്ന പേര്? ഇതിന്റെ അർത്ഥം എന്താ? ദ മീനിങ് ഓഫ് ദ വേർഡ് ജീസസ് ഈസ് ഗോഡ് സേവ്സ്. ദൈവം രക്ഷിക്കുന്നു. രക്തം പൊടിയുന്നു, ദൈവം രക്ഷിക്കുന്നു. നിന്റെ ജീവിതത്തിൽ രക്തം പൊടിയുന്ന നിന്റെ സഹനകാലത്ത് തിരിച്ചറിയണേ, ജീസസ്, ദൈവം രക്ഷിക്കും. അത് ആനന്ദത്തിന്റെ സദ്വാർത്തയാണ്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, പിതാവിനും പുത്രനും. നാലാമത്തത് സോറോ, യൗസേപ്പ് കടന്നുപോയ നാലാമത്തെ സങ്കടം, ശിമയോന്റെ പ്രവചനം. ശിമയോന്റെ പ്രവചനം നമ്മൾ കാണുന്നത് ലൂക്ക 2:34. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, അവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. മകനെക്കുറിച്ച് ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കുമെന്ന് ശിമയോൻ പ്രവചിക്കുമ്പോൾ അത് യൗസേപ്പിന്റെ സങ്കടമാകുന്നു. മക്കളെക്കുറിച്ചുള്ള ആകുലതകളിൽ വലയുന്ന മാതാപിതാക്കളെ ഈ നേരത്ത് ഓർക്കണേ. മക്കളെക്കുറിച്ച് അവർ വളർന്നു വരുന്ന അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ കാക്കണേ. അവർ വിവാദ വിഷയമാകാതിരിക്കട്ടെ. അവർ നാട്ടിലൊരു മോശം സംസാരത്തിന്റെ വിഷയമാകാതിരിക്കട്ടെ. നല്ലതായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വരട്ടെ. നല്ലത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നാട് പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്കിടവരട്ടെ. അത് സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകളെ ഓർക്കണം. അതിന് സന്തോഷം എന്താ? ലൂക്ക 2:38 അന്ന പറയുന്നു, അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. രക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്നവരോട് ഈ ശിശുവിനെ കുറിച്ച് പറയുന്നു, നല്ലത് പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് അങ്ങനെ നാട് നല്ലത് പറയുന്ന
ഒരു ആനന്ദത്തിന്റെ അനുഭവം യൗസേപ്പിന് എന്നതുപോലെ നമുക്കും ഉണ്ടാകട്ടെ. വീണ്ടും പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, പിതാവിനും പുത്രനും. ഇത് ഞാൻ ഇങ്ങനെ തന്നെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് മുടക്കാതെ ധ്യാനത്തോടെ ഇരുന്ന് ഒരു അരമണിക്കൂറൊക്കെ വേണ്ടി വരും. നന്നായിട്ട് ചെയ്യുന്നവർക്ക് ഒന്ന് മാറിയിരുന്ന് ബൈബിൾ വെച്ച് ഈ ഭാഗം വരച്ചിട്ട് അത് വെച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവുമായി വ്യക്തിപരമായി ബന്ധം സ്ഥാപിക്കുകയാണ്. അത്തരം പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് ഈ പറഞ്ഞ 3 പ്രാർത്ഥനകൾ, കർത്തൃപ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേയും ത്രിത്വസ്തുതിയും ചൊല്ലി കാഴ്ചവെക്കുക. അടുത്തത് 5-മത്തത് മത്തായി സുവിശേഷം 2:14. അഞ്ചാമത്തത് യൗസേപ്പിന്റെ സങ്കടം, മത്തായി 2:14. ഈജിപ്തിലേക്ക് അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. പലായനം ചെയ്യേണ്ടി വരികയാണ് യൗസേപ്പിന്. എന്തൊരു സഹനമാണത്, എന്തൊരു മുറിവാണത്, എന്തൊരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ആണത്. അതായത് ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് അത്യാവശ്യം ബേത്ലഹേമിൽ ഒന്ന് സെറ്റിൽഡ് ആയിട്ട് വരികയായിരുന്നു. അപ്പോൾ അതേ ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് ഭാണ്ഡക്കെട്ട് കെട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യണം. വ്യാകുലമാണത് യൗസേപ്പിൻ്റെത്. ആരെയാ ധ്യാനിക്കേണ്ടത്? നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ ഓർക്കണമേ. എന്തോരം കുഞ്ഞുങ്ങളല്ലേ ഈ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അവരാഗ്രഹിച്ചിട്ട് പോകുന്നതാണോ? വീട്ടിൽ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ പിറന്ന വീട്ടിൽ പിറന്ന മണ്ണിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ പല ദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഈ കാലത്ത് പ്രാർത്ഥിക്കണം. ആ വ്യാകുലത്തെ, അതിൻ്റെ സങ്കടത്തെ, നാടിനെ നഷ്ടപ്പെടുന്നവരുടെ വേദനയെ, ഒരാവശ്യത്തിന് വിളിച്ചാൽ പ്രിയപ്പെട്ടവർ ഓടി വരാനില്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുടെ എല്ലാ മുറിവുകളെ പ്രാർത്ഥനയുടെ വിഷയമാക്കണം. ആനന്ദം എന്താണ്? ആ പോക്കിൽ, ഈജിപ്തിന്റെ പോക്കിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതാണ് ആനന്ദം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യം. യേശയ്യാ 19:1. ഈജിപ്തിനെ കുറിച്ചുണ്ടായ അരുളപ്പാട്. ഇതാ കർത്താവ് വേഗമേറിയ ഒരു മേഘത്തിൽ ഈജിപ്തിലേക്ക് വരുന്നു. ഇതാ കർത്താവ് വേഗമേറിയ മേഘത്തിൽ ഈജിപ്തിലേക്ക് വരുന്നു. നമ്മൾ മുൻ ദിവസത്തിൽ ധ്യാനിച്ചു മേഘം, യൗസേപ്പ്. വേഗമേറിയ മേഘത്തിന്റെ തേരേറി ഇതാ കർത്താവ് ഈജിപ്തിലേക്ക് വരുന്നു. യൗസേപ്പ് ഉണ്ണിമിശിഹായെ ചുമന്നെടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് വരുന്നു. എന്തിന്? അവിടുത്തെ സാന്നിധ്യത്തിൽ ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വിറകൊള്ളും. ഈജിപ്തുകാരുടെ ഹൃദയം ഉരുകിപ്പോകും. ഈജിപ്തിലെ വിഗ്രഹങ്ങളെ തകർക്കാൻ എല്ലാ ദേശത്തേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ചതറുമ്പോൾ ഓർക്കണം കർത്താവിന്റെ വിശ്വാസത്തെ, കർത്താവ് തമ്പുരാനുള്ള സത്യവിശ്വാസത്തെ, ക്രിസ്തീയതയെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആനന്ദം. ഈ സഭയെ യൂണിവേഴ്സൽ ചർച്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. സാർവത്രിക സഭയായി കേരള സഭ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തേക്ക് കുഞ്ഞുങ്ങൾ എത്തുന്നു. അവിടെ ദേവാലയങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ഈജിപ്തിലേക്ക് മേഘത്തേരിലേറി കർത്താവ് നയിച്ചത്, യൗസേപ്പ് കർത്താവിനെ നയിച്ചതുപോലെ, മേഘം കൊണ്ടുപോയതുപോലെ യൗസേപ്പ് ഈശോയെ കൊണ്ടുപോകുന്ന ആനന്ദം. വീണ്ടും പ്രാർത്ഥന ചൊല്ലുക. 6-മത്തെ സോറോ, 6-മത്തെ വ്യാകുലം, ഈജിപ്തിൽ നിന്നുള്ള മടങ്ങിവരവ്. ഈജിപ്തിൽ നിന്നുള്ള മടങ്ങിവരവ്. എന്നാൽ പിന്നെ ഈജിപ്തിൽ കൂടാമെന്ന് വിചാരിക്കുമ്പോൾ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരികയാണ് കർത്താവ്. ഈ യാത്ര, അതായത് കംഫർട്ട് സോൺസിനെ വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ, ഒരു സഫറിങ്. ഒരു സ്ഥലത്ത് സെറ്റിൽഡ് ആയി കഴിയുമ്പോൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക്. അത്തരം യാത്രകൾ ഇന്ന് നമുക്ക് ഏറുന്ന കാലത്ത് ആ സഹനങ്ങളെയൊക്കെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണേ. അപ്പം നമ്മൾ ഓർക്കണം, എന്തിനാണ് ആ സഹനം? ആനന്ദം. ലൂക്ക 2:39. എന്തിനാ തിരിച്ചു കൊണ്ടുവന്നത്? ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 39-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈശോയോടും മറിയത്തോടും ചേർന്ന് അവിടെ ജീവിക്കാൻ. 2:39. കർത്താവിന്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. യൗസേപ്പിന്റെ ആനന്ദം എന്താ? ഇനി എൻ്റെ പ്രിയപ്പെട്ടവൾ മറിയത്തോടും എൻ്റെ കുഞ്ഞ് ഈശോയോടും ചേർന്ന് നസ്രത്തിൽ അവർ സെറ്റിൽ ഡൗൺ ചെയ്യുകയാണ്. ഒരു സങ്കടത്തിന്, ഈജിപ്തിനുള്ള യാത്രയുടെ സങ്കടത്തിന്, ആ വ്യാകുലത്തിന് അപ്പുറത്ത് ഒരാനന്ദം. ഇതാണ് ജീവിതം. എല്ലാ സങ്കടങ്ങൾക്കും അപ്പുറത്ത് ആനന്ദാനുഭവം കർത്താവ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ധ്യാനിക്കാം. വീണ്ടും പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, പിതാവിനും പുത്രനും. 7-മത്തെ വ്യാകുലം. 7-മത്തെ വ്യാകുലം എന്താണ്? ലൂക്ക 2:45. ദേവാലയത്തിൽ കുഞ്ഞിനെ കാണാതെ പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്, വ്യാകുലമാണത്. നമ്മൾ ധ്യാനിക്കേണ്ടത് 2 രീതിയിൽ ധ്യാനിക്കണം. ഒന്ന്, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്ന കാലമായത്. എവിടെയാണോ കൈവിട്ടു പോയതെന്ന് അറിഞ്ഞുകൂടാ. ചേർത്ത് പിടിച്ചു വളർത്തിയതാ, കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചതാ, പള്ളിയിൽ കൈപിടിച്ചു കൊണ്ടുപോയതാ. എപ്പോഴൊക്കെയോ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു.
നമ്മളറിയാത്ത വഴിയെ കുഞ്ഞുങ്ങൾ നടന്നകന്നു പോകുന്നു. നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വ്യാകുലം, പ്രത്യേകിച്ച് മക്കള് നഷ്ടപ്പെട്ടു പോയതിൻ്റെ, ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരുടെ മരണത്തിൻ്റെ വ്യാകുലം ഒക്കെ ഈ നേരത്ത് പ്രാർത്ഥനയുടെ വിഷയമാക്കണേ. ആനന്ദം എന്താ? തൊട്ടടുത്ത വാക്യം ലൂക്ക 2:46. ബാലനായ ഈശോയെ അവർ ദേവാലയത്തിൽ കണ്ടെത്തുന്നു. നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ ദേവാലയത്തിൽ പ്രാർത്ഥനയുടെ ഇടങ്ങളിൽ നമുക്ക് കണ്ടെത്താനാകണം. അതിനോട് ചേർന്ന് ധ്യാനിക്കണം. മക്കളെ മാത്രമല്ല, ഈശോയെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ ധ്യാനിക്കണേ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവിന് നമുക്ക് നഷ്ടപ്പെട്ടു പോയോ? കർത്താവിന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ കണ്ടെത്തേണ്ടത്, അന്വേഷിക്കേണ്ടത് എവിടെ? വീണ്ടും തിരിച്ചു വരണം. എങ്ങോട്ട്? ദേവാലയത്തിൽ. ബാലനായ ഈശോയെ കാണാതെ പോയപ്പോൾ 3 ദിവസം അന്വേഷിച്ച് ഒടുക്കം യൗസേപ്പും അമ്മ മറിയവും ദേവാലയത്തിൽ ഈശോയെ കണ്ടെത്തിയെങ്കിൽ കാണാതെ പോയ കർത്താവിനെ, നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തെ വീണ്ടെടുക്കാൻ വീണ്ടും നമുക്ക് അവൻ്റെ ആലയത്തിലേക്ക്, ദേവാലയത്തിലേക്ക് തിരിച്ചു കയറാം. അവിടെ നമ്മൾ കർത്താവിനെ കണ്ടെത്തും. പ്രിയമുള്ളവരെ, യൗസേപ്പ് അപ്പായുടെ, നമ്മുടെ അപ്പനായ യൗസേപ്പിൻ്റെ ജീവിതത്തിലെ 7 വ്യാകുലങ്ങളെയും ആ 7 വ്യാകുലങ്ങളോട് ചേർത്ത് കർത്താവ് അവന് നൽകിയ 7 സന്തോഷങ്ങളെയും, അവൻ കടന്നുപോയ ജീവിതാവസ്ഥയാണ്, യൗസേപ്പ് കടന്നുപോയ ജീവിതാവസ്ഥയാണ് 7 വ്യാകുലങ്ങൾ. അതിന് കർത്താവ് നൽകിയ പരിഹാരവും ഉത്തരവും ഇടപെടലുമാണ് 7 ആനന്ദങ്ങൾ, സന്തോഷങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിലും വ്യാകുലങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഞങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ കർത്താവേ, നിന്റെ ഇടപെടൽ മൂലം സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന ആവുന്ന വിധം സമയം കിട്ടുമ്പോഴൊക്കെ ഈ 7 കാര്യങ്ങൾ വെച്ച്, വ്യാകുലങ്ങളും സന്തോഷങ്ങളും വെച്ച്, ബൈബിള് വെച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി യൗസേപ്പ് പിതാവിൻ്റെ ഈ തിരുനാളിലേക്ക്, 2025 ആണ്ടിലെ യൗസേപ്പിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് പോലെ ഇതുവരെ നമ്മൾ ഒരുക്കത്തോടെ, അറിവോടെ, അനുഭവത്തോടെ, സ്നേഹത്തോടെ ആഘോഷിച്ചിട്ടില്ല എന്ന് പറയും വിധം നമ്മൾ അറിവിലൊരുങ്ങി ഇനി പ്രാർത്ഥനയിൽ, ആ ബന്ധത്തിൽ, അനുഭവത്തിൽ നമുക്കൊരുങ്ങാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.